മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ അടിമുടി മാറുകയാണ്. ഇറാന്റെ പരമോന്നത സിംഹാസനത്തിൽ അലി ഖമേനിയുടെ പിൻഗാമിയായി അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമേനി അവരോധിക്കപ്പെട്ടതോടെ പശ്ചിമേഷ്യൻ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണോ? സ്ഥാനാരോഹണം കഴിഞ്ഞ് നാഴികകൾ പിന്നിടുമ്പോഴേക്കും ഇസ്രയേലിനെ നെഞ്ചുപുലർത്തുന്ന മിസൈൽ വർഷവുമായാണ് മുജ്തബ ഖമേനി തന്റെ വരവ് അറിയിച്ചിരിക്കുന്നത്. ഇത് വെറുമൊരു നേതൃമാറ്റമല്ല, മറിച്ച് ഇസ്രയേലിനെ പാഠം പഠിപ്പിക്കാൻ ഇറങ്ങുന്ന ഒരു പുത്തൻ യുദ്ധതന്ത്രത്തിന്റെ തുടക്കമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഇറാന്റെ വിദഗ്ധ സമിതി മുജ്തബയുടെ നിയമനം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രയേലിന്റെ സൈനിക കേന്ദ്രങ്ങളെയും നഗരങ്ങളെയും ലക്ഷ്യമാക്കി ഇറാൻ മിസൈലുകൾ തൊടുത്തുവിട്ടത്. ഇറാനിയൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്ററായ IRIB പുറത്തുവിട്ട ഈ വാർത്ത ലോകരാജ്യങ്ങളെ ഒന്നടങ്കം നടുക്കിയിരിക്കുക കൂടിയാണ്. മിസൈലുകൾ ആകാശത്ത് കനൽമഴ തീർത്തപ്പോൾ ഇസ്രയേലിലെ പ്രധാന നഗരങ്ങളിലെല്ലാം അപായ സൈറണുകൾ മുഴങ്ങി. ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിൽ അഭയം തേടുകയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുകയും ചെയ്തു. ഇസ്രയേലിലേക്ക് പാഞ്ഞുവന്ന പല പ്രൊജക്ടൈലുകളെയും അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ആകാശത്ത് വെച്ച് തന്നെ തടഞ്ഞു നിർത്തിയെങ്കിലും ഇറാന്റെ ഈ നീക്കം വരാനിരിക്കുന്ന വലിയൊരു ആക്രമണത്തിന്റെ വിളംബരമാണെന്നതിൽ സംശയമില്ല. പിതാവ് അലി ഖമേനിയേക്കാൾ കടുത്ത നിലപാടുകാരനാണ് മുജ്തബ എന്ന വസ്തുത അടിവരയിടുന്നതായിരുന്നു ഇറാന്റെ ആദ്യ പ്രഹരം. മിഡിൽ ഈസ്റ്റിൽ ഇനി സമാധാനത്തിന്റെ ദിനങ്ങൾ ഉണ്ടാകില്ലെന്നും കനത്ത പ്രത്യാക്രമണങ്ങളുടെ പരമ്പരയാണ് വരാനിരിക്കുന്നതെന്നും ഈ ആക്രമണം തെളിയിക്കുന്നുണ്ട്. യുദ്ധം കേവലം ഇസ്രയേലിനും ഇറാനിലും മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ് ലോകത്തെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു പ്രധാന വസ്തുത. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാന്റെ മേൽ നടത്തുന്ന സമ്മർദ്ദങ്ങൾക്കിടയിൽ ഹോർമൂസ് കടലിടുക്ക് ഭാഗികമായി തടഞ്ഞുകൊണ്ടുള്ള ഇറാന്റെ നീക്കം ആഗോള സാമ്പത്തിക മേഖലയെ തന്നെ പിടിച്ചുലയ്ക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് തടയപ്പെട്ടതോടെ ഇറാഖിലെ എണ്ണ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഈ പാത ഇറാൻ തടസ്സപ്പെടുത്തിയത് ആഗോള എണ്ണ വിപണിയിൽ വൻ വിലക്കയറ്റത്തിന് കാരണമാകുമെന്ന് ഉറപ്പാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധം കേവലം അതിർത്തികളിലല്ല, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക അടിത്തറയിൽ തന്നെയാണ് പ്രഹരമേൽപ്പിക്കുന്നത്. ഇതേസമയം തന്നെ മറ്റൊരു പ്രധാന യുദ്ധമുഖമായ ഇസ്രയേൽ ഹിസ്ബുള്ള അതിർത്തിയിലും സംഘർഷം കൊടുമ്പിരി കൊള്ളുകയാണ്. 15 ഇസ്രയേലി ഹെലികോപ്റ്ററുകൾ തങ്ങളുടെ അതിർത്തിക്കുള്ളിലേക്ക് നുഴഞ്ഞുകയറിയതായി ഹിസ്ബുള്ള കണ്ടെത്തിയതിനു പിന്നാലെ ലെബനൻ അതിർത്തിയിൽ ഇസ്രയേൽ സൈന്യം നടത്തുന്ന ഈ വ്യോമ നീക്കം ഹിസ്ബുള്ളയെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ഏതു നിമിഷവും ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് അതിശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. വടക്കൻ ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ളയുടെ മിസൈലുകൾ സജ്ജമാക്കപ്പെട്ടു കഴിഞ്ഞു. മുജ്തബ ഖമേനിയുടെ വരവോടെ ഇറാൻ നൽകുന്ന പിന്തുണ ഹിസ്ബുള്ളയുടെ ആത്മവീര്യം ഇരട്ടിയാക്കിയിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ ഈ ചതുരംഗക്കളത്തിൽ അമേരിക്കയുടെ റോൾ എന്താകുമെന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇറാനെയും ഹിസ്ബുള്ളയെയും ഒരേപോലെ നേരിടാൻ അമേരിക്കൻ സേന സജ്ജമാണെങ്കിലും ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി അവരെയും കുഴപ്പിക്കുന്നുണ്ട്. മിസൈൽ ആക്രമണങ്ങളും വ്യോമാതിർത്തി ലംഘനങ്ങളും ഒരുപോലെ തുടരുന്ന ഈ സാഹചര്യത്തിൽ ഒരു സമ്പൂർണ്ണ യുദ്ധം ഒഴിവാക്കാൻ ഇനി ആരിടപെടുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. IRGC സേനയെ നേരിട്ട് നിയന്ത്രിക്കുന്ന മുജ്തബ ഖമേനിയുടെ ബുദ്ധികേന്ദ്രത്തിൽ നിന്ന് ഇനി എന്തൊക്കെ തന്ത്രങ്ങളാകും പുറത്തുവരിക എന്നതും ലോകം ഭീതിയോടെയാണ് വീക്ഷിക്കുന്നത്. ഉറ്റവർ നഷ്ടപ്പെട്ട വേദനയും അടിച്ചമർത്തപ്പെട്ട ക്രോധവും നെഞ്ചിലേറ്റിയ പുതിയ നേതൃത്വമാണ് ഇപ്പോൾ ഇറാന്റേത്. അലി ഖമേനിയുടെ മരണത്തിന് പ്രതികാരമായി മാപ്പിൽ നിന്ന് ഇസ്രയേലിനെ നീക്കം ചെയ്യുക എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് ഇറാൻ നീങ്ങുകയാണ്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാന്റെ മിസൈലുകൾ ഇനിയും പാഞ്ഞു വരുമെന്ന് ഉറപ്പാണ്. 15 ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് നുഴഞ്ഞുകയറാൻ ശ്രമിച്ച ഇസ്രയേലിന് ഹിസ്ബുള്ള നൽകാൻ പോകുന്ന മറുപടി എന്താകുമെന്നത് വരും മണിക്കൂറുകളിലും അറിയാം. ഈ യുദ്ധവാർത്തകൾ കേവലം ടെലിവിഷൻ സ്ക്രീനുകളിൽ ഒതുങ്ങുന്നവയല്ല. ഓരോ മിസൈൽ വിക്ഷേപണവും ഓരോ നുഴഞ്ഞുകയറ്റവും ലോകത്തിന്റെ സമാധാനാന്തരീക്ഷത്തെ കൂടിയാണ് തകർക്കുന്നത്. മുജ്തബ ഖമേനി എന്ന പുതിയ സുപ്രീം നേതാവിന്റെ കീഴിൽ ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് ഒരു ആയുധമായി മാറ്റിയതിലൂടെ ഇറാൻ ലോകത്തെയാകെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന പ്രവചനാതീതമായ നാശത്തിന്റെ ദിനങ്ങളാണോ അതോ പുതിയൊരു അധികാരമാറ്റത്തിന്റെ തുടക്കമാണോ? വരും ദിവസങ്ങൾ ഇതിന് വ്യക്തമായ ഉത്തരം നൽകും.